നമസ്കാരം. ധനുസ് പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സി ചോദ്യങ്ങൾ ആവർത്തന ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വർഷം 2025 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ആണ്. വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഏതൊരു പരീക്ഷയ്ക്കും ഡിഗ്രി പ്രിലിംസ്, LDC, VFA ആയാലും LGSനായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമുക്കെപ്പോഴും വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ് പേപ്പറിൻ്റെ 70/25 ചോദ്യ പേപ്പർ കോഡ്. അതിൻ്റെ ഫൈനൽ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യ ഉത്തരവും മാത്രമാണ്, നോ എക്സ്പ്ലനേഷൻസ് അവിടെയില്ല. അപ്പോൾ വേഗം ഒരു മോക്ക് ടെസ്റ്റ് പോലെ ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. 1 ഗുരുവായൂർ, 2 ഈഴവ മെമ്മോറിയൽ, 3 പാലി സത്യാഗ്രഹം, 4 വൈക്കം സത്യാഗ്രഹം. അതിൻ്റെ കാലഗണന അനുസരിച്ച് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ: ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഓപ്ഷൻസ്: GP പിള്ള, K മാധവൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ, K കേളപ്പൻ. ഉത്തരം ഓപ്ഷൻ സി, ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. നെക്സ്റ്റ് വൺ: 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഓപ്ഷൻസ്: ഡഫറിൻ പ്രഭു, ലോർഡ് കഴ്സൺ, മൗണ്ട് ബാറ്റൺ, മേയോ പ്രഭു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലോർഡ് കഴ്സൺ. ലോർഡ് കഴ്സൺ. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കഴ്സൺ പ്രഭു. നെക്സ്റ്റ് വൺ: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാമത്തത് ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. എല്ലാ അവിടെ കൊടുത്തിരിക്കുന്ന ജോഡികൾ ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരി. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ചാവറ താപം. നെക്സ്റ്റ് വൺ: സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ എ, വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് വൺ: 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ജ്യോതിറാവു ഫുലെ, DK കാർവേ, ബാലഗംഗാധര തിലക, പണ്ഡിത രമാബായി. ഉത്തരം ഓപ്ഷൻ ബി, DK കാർവേ. DK കാർവേ. DK കാർവേ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഓപ്ഷൻസ്: പൂനെ കരാർ, ബി ചൗരി ചൗര സംഭവം, ഒന്നാം വട്ടമേൽ സമ്മേളനം, രണ്ടാം വട്ടമേൽ സമ്മേളനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചൗരി ചൗര സംഭവം. എപ്പോഴും റിപ്പീറ്റ് ആക്കുന്നൊരു ചോദ്യമാണിത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം. നെക്സ്റ്റ് വൺ: സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: ബംഗാൾ, ബി ബീഹാർ, പഞ്ചാബ്, മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ എ, ബംഗാൾ. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാൾ. ബംഗാൾ. നെക്സ്റ്റ് വൺ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഓപ്ഷൻസ്: കാൺപൂർ, ബോംബെ, മദ്രാസ്, ഡൽഹി. ഉത്തരം ഓപ്ഷൻ ബി, ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഉത്തരം ബോംബെ. ബോംബെ. നെക്സ്റ്റ് വൺ: ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ്: വാറൻ ഹേസ്റ്റിങ്സ്, MG റാനഡെ, വില്യം ജോൺസ്, രവീന്ദ്രനാഥ് ടാഗോർ. ഉത്തരം ഓപ്ഷൻ സി, വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ്. വില്യം ജോൺസ്.
നെക്സ്റ്റ് വൺ, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏതു സഭയിലാണ്? ഓപ്ഷൻസ്: രാജ്യസഭയിൽ, ലോകസഭയിലോ രാജ്യസഭയിലോ സമർപ്പിക്കാം. ഭരണഘടനയിൽ ഈ കാര്യം പ്രത്യേകം അനുശാസിക്കുന്നില്ല. ഉത്തരം ഓപ്ഷൻ ബി, ലോക്സഭയിൽ. ധനബിൽ ആദ്യം ലോക്സഭയിലാണ് അവതരിപ്പിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണിത്. നെക്സ്റ്റ് വൺ, മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? അടുത്ത ഹോട്ട് പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് കീ പോയിന്റ് ഏതാണ്? അനുച്ഛേദം 226 പ്രകാരം എന്നുള്ളതാണ്. ഓപ്ഷൻസ്: സുപ്രീം കോടതി, ബി ഹൈക്കോടതി. സുപ്രീം കോടതിയെയും ഹൈക്കോടതി സമീപിക്കാൻ പറ്റും. ജില്ലാ കോടതി. ഉത്തരം ഓപ്ഷൻ ബി, ഹൈക്കോടതി. അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയാണ് നമുക്ക് സമീപിക്കാൻ സാധിക്കുക. 226 ഹൈക്കോടതിയാണ്, ഹൈക്കോർട്ടിനെയാണ് സമീപിക്കാൻ പറ്റുക. നെക്സ്റ്റ് വൺ, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച് ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻസ്: 61, 42, 73, 76. ഉത്തരം ഓപ്ഷൻ എ, 61 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സ് മുതൽ 21 നിന്നും 18 വയസ്സാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61 ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ, കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന: സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭ 5 വർഷമാണ് സഭയുടെ കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ഇതിൽ ഉത്തരം ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാം ശരി, 2 മാത്രം ശരി, 1ഉം 2ഉം ശരി, 3ഉം 4ഉം ശരി. ഉത്തരം നമുക്കെന്ത് പറയാം? ഓപ്ഷൻ സി, 1ഉം 2ഉം ശരിയാണ്. അതായത് ഒരു സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ രാജ്യസഭയാണ്, സ്ഥിരം സഭയുമാണ് രാജ്യസഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ, സ്ഥിരം സഭ എന്നിവയാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരി, 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, രാജ്യസഭ എന്താണ്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ, സ്ഥിരം സഭയുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? ഓപ്ഷൻസ്: 2025 മെയ് 2, 25 മെയ് 3, 25 മെയ് 4, 25 മെയ് 6. ഉത്തരം ഓപ്ഷൻ എ ആണ്, 25 മെയ് 2 ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച വർഷം അല്ലെ ദിവസം ഏതാണ്? 2025 മെയ് 2-നാണ്. വിഴിഞ്ഞം മെയ് 2-നാണ്. ഓക്കെ, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? 2025 ഏപ്രിലിൽ ഇന്ത്യയിൽ വന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ്, കമല ഹാരിസ്, മൈക്ക് വാൾട്സ്, JD വാൻസ്. ഉത്തരം ഓപ്ഷൻ ഡി, JD വാൻസ്. 2025 ഏപ്രിൽ മാസം വന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? JD വാൻസ് ആയിരുന്നു വന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റാണ് JD വാൻസ്. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഓപ്ഷൻസ്: VP മേനോൻ, KR നാരായണൻ, ജോൺ മത്തായി, KP കേശവ മേനോൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, VP മേനോൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളിയാണ് VP മേനോൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ്: TT കൃഷ്ണമാചാരി, ഗുൽസറിലാൽ നന്ദ, ജവഹർലാൽ നെഹ്റു, CD ദേശ്മുഖ്. ഉത്തരം ഓപ്ഷൻ ബി, ഗുൽസറിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസറിലാൽ നന്ദ, വൈസ് ചെയർമാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ,
ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഓപ്ഷൻസ്: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ. ഉത്തരം ഓപ്ഷൻ സി, ചൈന. ചൈനയുമായിട്ടാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്. ചൈനയുമായിട്ടാണ് പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്. ജവഹർലാൽ നെഹ്റു പ്ലസ് ചൗകിർലായി. നെക്സ്റ്റ് വൺ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വിക്രം സാരാഭായ്, ഡോക്ടർ രാജാ രാമണ്ണ, ഹോമി ജഹാംഗീർ ബാബ, APJ അബ്ദുൽ കലാം. ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക. ഉത്തരം ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? ഗാന്ധിനഗർ, വയനാട്, വാരണാസി, റായ് ബറേലി. ഉത്തരം ഓപ്ഷൻ സി, വാരണാസി. ഉത്തരം ഓപ്ഷൻ സി, വാരണാസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വാരണാസിയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ, ഡോക്ടർ എസ് സോമനാഥ്, ഡോക്ടർ കെ ശിവൻ, ഡോക്ടർ ജി മാധവൻ നായർ. 2025 ഇപ്പോൾ ISROയുടെ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ വി നാരായണനാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ആ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ ഹിരാക്കുഡ്, നർമ്മദ, മാച്ച് ദ ഫോളോയിങ് പോലുള്ളതാണ്. സോ ഉത്തരം എന്താണ്? നമുക്ക് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഹിരാക്കുഡ് നദി മാച്ച് ചെയ്യുന്ന ഹിരാക്കുഡ് ഇവിടെയുള്ളതാണ്. നമുക്കുള്ളത് മഹാനദിയിലാണ് ഹിരാക്കുഡ്. സർദാർ സരോവർ എവിടെയാണ്? നർമ്മദ അല്ലേ? സർദിൻ്റെ രണ്ടിൽ ഇറുണ്ടെന്ന് ഓർത്താൽ മതി. സർദാർ, നർമ്മദ. കൃഷ്ണരാജസാഗർ എന്ന് പറയുമ്പോൾ അവരെവിടെയാണ്? കാവേരി. നിസാം സാഗർ എവിടെയാണ്? നിസാം സാഗർ, ഗോദാവരി. ഓക്കെ. അപ്പോൾ ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ, നർമ്മദ. സർദാർ സരോവറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വൺ വേർഡ് പോലെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എപ്പോഴും. കൃഷ്ണരാജസാഗർ എന്ന് പറയുമ്പോൾ കാവേരി. കൃഷ്ണരാജസാഗർ, കാവേരി. നിസാം സാഗർ, ഗോദാവരി. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്. ഓപ്ഷൻസ്: അഗസ്ത്യമല, നീലഗിരി, സൈലന്റ് വാലി, ഗൾഫ് ഓഫ് മാന്നാർ. ഓപ്ഷൻസിൽ ഉത്തരം ഓപ്ഷൻ എ, അഗസ്ത്യമല. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമലയാണ്. വിസ്തൃതമായ അഗസ്ത്യമല. നെക്സ്റ്റ് ചോദ്യം. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഉത്തരം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മലയോര മേഖലകളിലെ ദുരന്തബാധിതർ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ. ആൻസർ ഓപ്ഷൻ ബി, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. നെക്സ്റ്റ് വൺ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? ഓപ്ഷൻസ്: ബേപ്പൂർ തിരൂർ, കൊല്ലം തിരൂർ, ബേപ്പൂർ ചെങ്കോട്ട, കൊല്ലം ചെങ്കോട്ട. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൊല്ലം ചെങ്കോട്ട. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ട. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ്? പ്രസ്താവന: ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു, ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു, മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളുണ്ട്, നിരപ്പായ താഴ്വരകൾ, ഡൂണുകൾ കാണപ്പെടുന്നു. ഹിമാദ്രിയുടെ സവിശേഷത എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണല്ല. 1, 4 അല്ല എന്നുള്ള 1, 4 ഇവിടെ അല്ല. ഓക്കെ. ഹിമാദ്രി എന്ന് പറയുമ്പോൾ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു, മഞ്ഞ് മൂടപ്പെട്ട പർവ്വതവുമാണ്. ഹിമാദ്രി ഏറ്റവും
മുകളിലായി കാണപ്പെടുന്നതാണ് ഹിമാദ്രി, ഉയർത്തി കാണപ്പെടുന്നതാണ് നട്ടല് ഹിമാദ്രി. ഓക്കെ. നെക്സ്റ്റ് വൺ, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ഏതാണ്? ഡീസൽ വൈദ്യുതി നിലയം ഏതാണ്? ബ്രഹ്മപുരം, നല്ലളം, കായംകുളം, മൂലമറ്റം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബ്രഹ്മപുരം. ബ്രഹ്മപുരം, മലബാർ. ഓക്കെ. നെക്സ്റ്റ് വൺ, 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ, കാനഡ, ബ്രിട്ടൻ, ചൈന. ഉത്തരം ഓപ്ഷൻ എ, സൗദി അറേബ്യ. സൗദി അറേബ്യ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ചോല എന്ന് പറയുമ്പോൾ 2003 ദേശീയോദ്യാനമാകുന്നത്. ഇരവികുളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇരവികുളം നീലഗിരി താർ കാണപ്പെടുന്നു. സൈലന്റ് വാലി നീലഗിരി കുന്നുകളിലാണ് ഉള്ളത്. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനം. ഇരവികുളം നീലഗിരി താറിൻ്റെ ആണ്, ഏറ്റവും വലുതുമാണ്. സൈലന്റ് വാലി നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്നില്ല. ഇത് രണ്ടും കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. സൈലന്റ് വാലി നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് ചോദ്യം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ പറയുന്ന പേരെന്താണ്? ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലൂ. ഫൊന്നുണ്ട്, ഹർമാറ്റനുണ്ട്, ലൂ, ചിനൂക്കുണ്ട്. ഉത്തരേന്ത്യ അല്ലെങ്കിൽ പ്രാദേശികവാദ ഉഷ്ണക്കാറ്റിനെ പറയുന്ന പേരെന്താണ്? ലൂ എന്നാണ്. ലൂ എന്ന് ആണ്. അടുത്ത 35 ആണ്. കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരവാസികൾക്ക് തൊഴിലവസരം നൽകുന്ന പദ്ധതി, സർക്കാർ സ്കൂളുകളുടെ വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതി, കേരളത്തിലെ വ്യവസായ മേഖലകൾക്കായുള്ള വികസന പദ്ധതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ട പദ്ധതിയാണെന്ത്? കെ സ്മാർട്ട് പദ്ധതി. നെക്സ്റ്റ് വൺ, നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലം അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം? പഴയ പേരെന്താണ്? ഓപ്ഷൻസ് മേഘമല, പെരിയാർ, ആനമല, പറമ്പിക്കുളം. ഉത്തരം ഓപ്ഷൻ ബി, പെരിയാർ ടൈഗർ റിസർവ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? ഓപ്ഷൻസ് അയ്മനം, ആനൂർ, ഇരവിപേരൂർ, പുല്ലാമ്പാറ. ഉത്തരം ഓപ്ഷൻ ഡി, പുല്ലാമ്പാറ. നെക്സ്റ്റ് വൺ, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? ഉത്തരം കരേവാസ് മണ്ണ്. അടുത്തത്, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻസ് മിതോഷ്ണ മേഖല, ശൈലവൃഷ്ടി പ്രദേശം, മഴനിഴൽ പ്രദേശം, ഉഷ്ണമേഖല, മഴക്കാടുകൾ. ഉത്തരം ഓപ്ഷൻ സി, മഴ നിഴൽ പ്രദേശം. ഓക്കെ. നെക്സ്റ്റ് വൺ, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ ഏതൊക്കെയാണ്? അത് പ്രസ്താവന, കല്ലടയാറിൻ്റെ പതനസ്ഥാനമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൻട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ് തെറ്റ് പ്രസ്താവന. നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ഉത്തരം ഞാൻ പറയാം. ഓപ്ഷൻ ബി ആണ്. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ്
ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. മ്യാൻമാർ ബ്രഹ്മ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? ഓപ്ഷൻസ് തങ്കശ്ശേരി, വിഴിഞ്ഞം, കായംകുളം, നീണ്ടകര. ഇൻഡോ നോർവീജിയൻ, ഉത്തരം ഓപ്ഷൻ ഡി നീണ്ടകര. ഓപ്ഷൻ ഡി നീണ്ടകര. ഇൻഡോ നോർവീജിയൻ നീണ്ടകര. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? പ്രസ്താവനയിൽ ശരി ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉമാണ് ശരി. 3ഉം 4ഉം. സൈലൻറ്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. നെക്സ്റ്റ് വൺ, പട്ടിക ചേർക്ക് മീൻസ് മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. അവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. ഓപ്ഷൻ സി നോക്കാം. കരിമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ, ആലപ്പുഴയാണുള്ളത്. ദെൻ ചന്ദ്രഗിരിക്കോട്ട അറിയാം, കാസർഗോഡ്. ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ല. വാഗൻ ട്രാജഡി സ്മാരകം മലപ്പുറം ജില്ല, തിരൂരിലാണുള്ളത്. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നതിന് ശരിയായി കണ്ടെത്തുക. ബോക്സർ കലാപം അമേരിക്ക, ബോവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ഓക്കെ, ശരിയായ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ശരിയാണ്. ബോവർ യുദ്ധം അതുപോലെ തന്നെ രക്തരഹിത വിപ്ലവവും ശരിയാണ്. ബോവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ല, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്, മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ട്. 2ഉം 4ഉം ശരിയാണ്. നെക്സ്റ്റ് വൺ, കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശവാക്യം കാവ്യം ഏതാണ്? ഉണ്ണുനീലി, ചാതക, മയൂര, കോകില. ഉത്തരം ഓപ്ഷൻ ഡി കോകില സന്ദേശം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോകില സന്ദേശം. കോകില സന്ദേശം. കോകില സന്ദേശം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്കെന്ന ക്രമത്തിൽ തരംതിരിച്ച് എഴുതുക. ഓപ്ഷൻ എ ഭൂവൽക്കം, അകക്കാമ്പ്, പുറക്കാമ്പ്, മാൻഡിൽ. കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഏറ്റവും പുറമെ ഭൂവൽക്കം, ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്, പുറക്കാമ്പ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. നോക്കുക. ഭൂവൽക്കം ബി. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. കറക്റ്റ് ഓർഡർ അങ്ങനെ തന്നെയാണ്. BM ഭൂവൽക്കവും മാൻഡിലും പുറക്കാമ്പും അകക്കാമ്പും. ഓക്കെ, PA ആണ് വരിക. ആദ്യം അത് PA ആണ്, ഏറ്റവും അകത്താണ് അകക്കാമ്പ് വരിക. BM ഭൂവൽക്കം മാൻഡിൽ, പുറക്കാമ്പ് അകക്കാമ്പ് PA. BM PA. ഓക്കെ, BM PA എന്ന് ഓർത്താൽ മതി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായവ കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. തെറ്റെന്ന് പറയുമ്പോൾ 1ഉം 4ഉം 6ഉം തെറ്റാണ്. 1, 4, 6 തെറ്റാണ്. അതായത് 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആര് നിയമത്തിന് അതീതരല്ല. ശരിയാണ്. അവകാശങ്ങൾ ഉള്ളത് നമുക്ക് കടമകളും ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, 3 പോയിൻറ്റ്സ് മാത്രമേ ശരിയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖല പ്രശസ്തനായിരുന്നു? സാഹിത്യം, ശാസ്ത്രരംഗം, ചലച്ചിത്രരംഗം, പത്രപ്രവർത്തനം. ഉത്തരം ഓപ്ഷൻ സി ചലച്ചിത്രരംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചരുവിൽ, MK സാനു, NS മാധവൻ, സാറ ജോസഫ്. ഉത്തരം ഓപ്ഷൻ ഡി സാറ ജോസഫ്. ഉത്തരം ഓപ്ഷൻ ഡി സാറ ജോസഫ് ആണ്.